الله يدعو إلى دار السلام ويهدي من يشاء إلى صراط مستقيم. Peace Radio. Tune to reality. Alhamdulillahi Rabbil Alameen. Allahumma salli wa sallim wa barik ala nabiyyika Muhammadin wa ala alihi wa sahbihi ajma'in amma ba'd. പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ ഏറ്റവും വിലയേറിയ രാപ്പകലുകളിലൂടെയാണ് സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നൈമിഷികമായ ജീവിത സമയത്തിനിടയിൽ വീണുകിട്ടുന്ന പവിത്ര മാസത്തെ പരമാവധി പുണ്യപ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കണം എന്ന തീരുമാനവും നിർബന്ധ ബുദ്ധിയുമാണ് ഏറ്റവും സജീവമായി ഉന്മേഷവാന്മാരായി വിശുദ്ധ മാസത്തിൻ്റെ ആരാധനാ അനുഷ്ഠാന കർമ്മങ്ങളിൽ ഇടപെടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഈ മാസം നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാനുള്ള, നന്മയുടെ വഴിയിൽ മുന്നേറാനുള്ള, തിന്മകളെ തുരത്താനുള്ള ഒരുപാട് പാഠങ്ങൾ പകർന്നു നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. സാമൂഹികമായ ഒരു വിശകലനത്തിന് നമ്മൾ തയ്യാറാകുമ്പോൾ നാം നിലനിൽക്കുന്ന സമൂഹവുമായി ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട ചില നിലപാടുകൾ കൃത്യമായി ഈ മാസത്തിൻ്റെ ആരാധന അനുഷ്ഠാനങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഒരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങളും സുഖതാൽപര്യങ്ങളും ഒക്കെയായി ഇങ്ങനെ സ്വാർത്ഥംഭരിയായി മുന്നോട്ട് പോവുക എന്നുള്ളതല്ല, തന്നെയും തൻ്റെ കുടുംബത്തെയും ഓർത്തുകൊണ്ട് മാത്രം ജീവിതം തള്ളി നീക്കുക എന്നുള്ളതല്ല, നമ്മെ ആശ്രയിച്ച് കഴിയുന്ന ചുറ്റുഭാഗത്തുമുള്ള മനുഷ്യരെ, അവശ വിഭാഗങ്ങളെ കണ്ണ് തുറന്ന് കാണാനും അവർക്ക് വേണ്ടി കരുണാർദ്രമായ ചില നീക്കങ്ങൾ നടത്താനുമുള്ള സന്ദേശങ്ങൾ, സമൂഹവുമായി പാലിക്കേണ്ട ബന്ധങ്ങളെക്കുറിച്ചുള്ള ചില പാഠങ്ങൾ ഒക്കെ വ്രതമാസവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളിൽ ഭൂരിഭാഗവും സാമൂഹികമായി നിർവഹിക്കേണ്ടവയാണ്. അപ്പോൾ നമ്മൾ റമളാനിലെ നോമ്പ് എന്ന് പറയുമ്പോൾ ആ നോമ്പ് ഒരു സാമൂഹികമായി ആ സമൂഹം ഏർപ്പെടേണ്ട ഒരു ആരാധനാ കർമ്മമാണ്. എല്ലാവരും ഒരു സമയത്ത് ആരംഭിച്ച് എല്ലാവരും ഒരു സമയത്താണ് അവസാനിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങളിലൊക്കെ കുറേ കലരലുകൾ, സാമൂഹികമായ സങ്കലനങ്ങൾ കടന്നു വരുന്നുണ്ട്. നോമ്പിൻ്റെ സമാപ്തി കുറിച്ചുകൊണ്ടുള്ള പെരുന്നാളും ഒരു സാമൂഹികമായ വലിയ ഒരു ആഘോഷമാണ്. നമസ്കാരം റമളാനിലും അല്ലാത്ത സമയത്തും വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ആ നമസ്കാരം ഒരു വിശ്വാസി നിർവഹിക്കേണ്ടത് സമൂഹത്തിലെ എല്ലാവരുടെയും കൂടെ സമത്വമായി പങ്കിട്ടുകൊണ്ടാണ്, പള്ളിയിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ്. സക്കാത്ത് റമളാൻ മാസത്തിലും അല്ലാത്ത സമയത്തും നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിർബന്ധ ദാനമാണ്. ആ സക്കാത്ത് സാമൂഹികമായി പിരിച്ചെടുക്കുകയും അത് സമൂഹത്തിലുള്ള ആളുകൾക്ക് ആനുപാതികമായി സന്തുലിതമായി വിതരണം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. പരിശുദ്ധ ഹജ്ജിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴും സാമൂഹികമായ ഒരു ഇടപെടലും ബന്ധവും നമുക്കതിൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയം, സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ടോ മുഖ്യധാരയിൽ നിന്ന് മാറി നിന്നുകൊണ്ടോ ഉള്ള ഒരു സമീപനം ഒരു നിലക്കും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. നാം ഏത് സമൂഹത്തിലാണോ ജീവിക്കുന്നത്, നാം ഏത് ഭൂപ്രദേശത്താണോ ജനിച്ചു വീഴുന്നത്, നാം ഏത് നാട്ടിലെ പൗരന്മാരായിട്ടാണോ ദൈവം നമ്മളെ നിയോഗിക്കുന്നത്, അവിടെ ആ നാടിൻ്റെയും ആ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നിയമങ്ങൾ, അവിടുത്തെ സാമൂഹികമായ സമ്പ്രദായങ്ങൾ അത് മതവിരുദ്ധമാകാത്തിടത്തോളം കാലം അത് ഉൾക്കൊണ്ടുകൊണ്ടും പാലിച്ചുകൊണ്ടും
ആ നാട്ടിലെ യഥാർത്ഥ പൗരനായി യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുവാനാണ് മതം നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ലോകത്ത് മുഴുവനും ഇസ്ലാം മതത്തെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ദാഹിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. മീഡിയയും ഇസ്ലാം വിരുദ്ധ ശക്തികളും അതിശക്തമായ പ്രചാരണായുധങ്ങളുമായി സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും മതമായ ഇസ്ലാമിനെ കരിവാരി തേക്കുവാനും മനുഷ്യർക്കിടയിൽ വികൃതമായി ചിത്രീകരിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാം ജീവിക്കുന്ന പ്രദേശത്തും നാം ജോലി ചെയ്യുന്ന പണിയിടങ്ങളിലും നാം പഠനത്തിലേർപ്പെടുന്ന പാഠശാലകളിലും നമ്മുടെ ജീവിതത്തിൽ നാം ഇടപെടുന്ന സാമൂഹിക സ്ഥാപനങ്ങളിലുമൊക്കെ ഒരു നല്ല മുസ്ലിമായി മറ്റുള്ളവർക്ക് മാതൃകയായി ഇസ്ലാമിൻ്റെ സത്യസന്ധമായ സന്ദേശം, ഇസ്ലാമിൻ്റെ യഥാർത്ഥ ഉള്ളടക്കം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും ബോധിപ്പിച്ചു കൊടുക്കുവാനും അതിന് ഉപോത്ഫലകമായ രൂപത്തിലുള്ള ആശയ സംവാദങ്ങളിൽ ഏർപ്പെടുവാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരു നാടിൻ്റെ ഭിത്തികൾ ഭേദിച്ചുകൊണ്ടും അവിടുത്തെ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടും ജീവിതത്തിൽ കൂടുതൽ വിശുദ്ധി തേടി മറ്റു ഇടങ്ങളിലേക്ക് പലായനം ചെയ്യുന്ന വിധത്തിൽ മുസ്ലിങ്ങളെ സൃഷ്ടിച്ചെടുക്കാനല്ല, തൻ്റെ കൂടെ വിശ്വാസികളായി കൂടെ ജീവിക്കാൻ തയ്യാറായി വന്ന തൻ്റെ അനുചരന്മാരെ മറ്റു രാജ്യങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും ഇസ്ലാമിക സന്ദേശവുമായി പറഞ്ഞയച്ചുകൊണ്ടുള്ള മാതൃക സൃഷ്ടിച്ച ഒരു പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ എന്നുള്ള നിലക്ക് സമൂഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട കടമകളും കർത്തവ്യങ്ങളും എന്തൊക്കെയെന്ന് പരിശോധിക്കുവാൻ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ വിലയേറിയ രാപ്പകലുകൾ നമുക്ക് ഉപകരിക്കണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഒരു ചെറിയ ഇടപെടൽ കൊണ്ട്, നമ്മുടെ ഒരു ഏതാനും വരികൾ ഉൾക്കൊള്ളുന്ന ഒരു സന്ദേശം കൊണ്ട്, നമ്മുടെ ഒരു നോട്ടം കൊണ്ട്, നമ്മുടെ ഒരു ചെറിയ സഹായഹസ്തം കൊണ്ട് നൂറുകണക്കിന് കുടുംബങ്ങളിൽ സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, നൂറുകണക്കിന് കുട്ടികൾക്ക് ആഹ്ലാദത്തിൻ്റെ പാൽപുഞ്ചിരി പകരാൻ നമുക്ക് കഴിയുമെങ്കിൽ, നമ്മളാവുന്ന വിധമുള്ള സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ ഒരു നിലക്കും നമ്മൾ വൈമുഖ്യം കാണിക്കരുത്. നമ്മൾ സാമ്പത്തികമായി ശേഷിയുള്ളവരോ അല്ലാത്തവരോ ആയിരിക്കാം. പക്ഷേ നമ്മുടെ ചെറിയ പ്രോത്സാഹനങ്ങൾ, നമ്മുടെ ചെറിയ ചെറിയ ഇടപെടലുകൾ, നാം നടത്തുന്ന ചെറിയ നിലക്കുള്ള പ്രേരണകൾ, അതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണുനീരിന് അറുതി വരുത്താൻ കഴിയുമെങ്കിൽ നമ്മളെക്കൊണ്ട് കഴിയാവുന്ന വലിയ ഒരു പുണ്യപ്രവർത്തനമാണത്. നമ്മുടെ ജീവിതത്തെ കേവലം സ്വാർത്ഥ താല്പര്യങ്ങളുമായി ബന്ധിപ്പിച്ച് മറ്റുള്ളവർക്ക് എന്തു സംഭവിച്ചാലും എനിക്കത് പ്രശ്നമല്ല എന്നു കരുതി മാറി നിൽക്കുന്നതിന് പകരം, തൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യങ്ങൾക്കപ്പുറത്ത് ലോകത്ത് എന്തു സംഭവിച്ചാലും ഞാൻ അതിനു വേണ്ടി ചെവി തുറക്കില്ലെന്നും ഞാൻ അതിന് കാതു കൊടുക്കില്ലെന്നും ചിന്തിക്കുന്നതിനു പകരം, നമ്മളുടെ പരിസരത്തും നമ്മുടെ പരിധിയിലുമുള്ള പരമാവധി ആളുകൾക്ക് ജീവിതത്തിന് സഹായകരമായ രൂപത്തിലുള്ള ഇടപെടലുകളും പുണ്യപ്രവർത്തനങ്ങളും നടത്തി മുന്നേറുക എന്നതാണ് ജീവിതത്തിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാർദ്ധക്യം ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. വൃദ്ധരായ പൗരന്മാർ ഒരു നാടിന് ഭാരമായി തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നു. വൃദ്ധസദനങ്ങൾ കൂണുകൾ പോലെ മുളച്ചു പൊന്തുന്നു. മാതാപിതാക്കളോട് കരുണ കാണിക്കാൻ കഴിയാത്തവൻ മാന്യനായി പൊതുസമൂഹത്തിൽ ഇളിച്ചു നടക്കുന്നത് കൊണ്ട് ഒരു ഫലവും ഉണ്ടാവുകയില്ല. മാതാപിതാക്കൾ തനിക്ക് ദൈവം നൽകിയ സ്വർഗപ്രവേശത്തിനുള്ള 2 വാതിലുകളാണെന്നും ആ വാതിലുകളിലൂടെ ആയിരിക്കണം ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടതെന്നും ഒരു മുസ്ലിം മനസ്സിലാക്കുമ്പോൾ, ജീവിതത്തിൽ പ്രായാധിക്യം കൊണ്ട് അവശരായ മാതാപിതാക്കളെ, വൃദ്ധ മാതാപിതാക്കളെ ലഭിക്കുമ്പോൾ അത് തനിക്കുള്ള ഒരു സുവർണാവസരമാണെന്ന് തിരിച്ചറിയുകയും അവർക്ക് സ്നേഹവും സാമീപ്യവും കരുണയും നൽകി അവരുടെ കൂടെ ആവശ്യമായ ആശ്വാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഒരു മുസ്ലിം ശ്രമിക്കേണ്ടത്. തൻ്റെ ചുറ്റുഭാഗത്തും ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന നൂറുകണക്കിന് ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. സ്വന്തമായി മക്കൾക്ക് സുരക്ഷിതമായ ഒരു മേൽക്കൂര എന്നതാണ് അവരുടെ സ്വപ്നം. ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മുടെ പരിസരത്തുള്ള ഒരു കുടുംബത്തിന് ഒരു ചെറിയ രൂപത്തിലെങ്കിലും ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ നമ്മളെക്കൊണ്ട് കഴിയുമെങ്കിൽ, ഈ റമദാൻ വ്രതത്തിൻ്റെ പുണ്യവും സൽക്കർമ്മങ്ങളുടെ പുണ്യവും ഒരു കുടുംബത്തിൻ്റെ മനസ്സിനകത്ത് സന്തോഷം സന്നിവേശിപ്പിച്ചതിൻ്റെ പുണ്യവും ഇരട്ടി പുണ്യവുമായി നമുക്ക് പരലോക യാത്രയ്ക്ക് ഒരുങ്ങുവാൻ വേണ്ടി കഴിയും. രോഗം എന്ന് പറയുന്നത്, ആശുപത്രി ചെലവെന്ന് പറയുന്നത്, രോഗശുശ്രൂഷകൾ എന്ന് പറയുന്നത്
നമ്മുടെ എല്ലാ സാമ്പത്തിക ആസൂത്രണങ്ങളെയും തകർത്ത് മുന്നേറുന്ന ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഒരു രോഗം, മാറാരോഗം, വേദന കൊണ്ട് കഴിയേണ്ടി വരുന്നൊരവസ്ഥ കടന്നു വരുമ്പോൾ, മാറാരോഗം കൊണ്ട് ആശുപത്രി വരാന്തയിൽ നിരങ്ങേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് ഒരു വ്യക്തി എത്തിപ്പെടുക എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയൊരു ദുരന്തമാണ്. നോവും വേദനയും രോഗപീഠകളും കൂടെ സാമ്പത്തികമായ പരാധീനതകൾ കൂടിയാകുമ്പോൾ ആ കുടുംബത്തിൻ്റെ നട്ടെല്ലൊടിയുമെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. രോഗചികിത്സയ്ക്ക് വേണ്ടിയോ മാരാരോഗികളുടെ സഹായത്തിന് വേണ്ടിയോ അല്പം പണം അല്ലെങ്കിൽ നമ്മുടെ ഇടപെടലുകൾ നമുക്ക് ഈ പരിശുദ്ധ മാസത്തിൽ നീക്കിവെക്കാൻ കഴിയുമെങ്കിൽ അത് ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യമാണ്. കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന നൂറുകണക്കിന് കുടുംബങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ജീവിതത്തിൽ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാൻ മടിച്ച് സ്വന്തം അഭിമാനം പണയം വെക്കാൻ തയ്യാറാവാതെ നിൽക്കുന്ന നൂറുകണക്കിന് ആളുകൾക്കിടയിൽ കടന്നു ചെന്ന് അവരനുഭവിക്കുന്ന വലിയ സാമ്പത്തിക ഭാരത്തിന് ഒരു ചെറിയ പ്രതിവിധിയെങ്കിലും, ഒരു ചെറിയ ആശ്വാസമെങ്കിലും നമുക്കുണ്ടാക്കി കൊടുക്കാൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ വലിയ പുണ്യം നമുക്കെന്താണ് ചെയ്യാനുള്ളത്? ആർഭാടങ്ങൾക്കും അമിത ചെലവുകൾക്കും വേണ്ടി ജീവിതത്തിൽ ലഭിച്ച വരുമാനം മുഴുവനും മാറ്റിവെക്കുന്ന കോടീശ്വരന്മാരോട് നമുക്ക് പരിതപിക്കാം. വലിയ വലിയ ആർഭാട വിവാഹങ്ങളും വലിയ വലിയ മാമാങ്കങ്ങളും മഹാമഹങ്ങളുമൊക്കെയായി കല്യാണങ്ങളും കുടിയിരിക്കലുകളും മറ്റു ജീവിതത്തിലെ ചെറുതും വലുതുമായ ആഘോഷങ്ങളും പരിണമിക്കുന്ന കാലത്ത് വീട്ടിൽ വിളമ്പുന്ന ഭക്ഷണത്തേക്കാൾ വിശേഷാവസരങ്ങളിൽ പാഴാക്കി കളയുന്ന ഭക്ഷണത്തിൻ്റെ അളവിൻ്റെ പേരിൽ സാമൂഹികമായ പ്രതിച്ഛായ വിലയിരുത്തപ്പെടുന്നൊരവസ്ഥയിലേക്ക് സമൂഹം അധപ്പതിക്കുന്ന കാലത്ത് ആർഭാടങ്ങളിൽ നിന്നും അമിത ചെലവുകളിൽ നിന്നും വിട പറഞ്ഞ് ലളിത ജീവിതത്തിൻ്റെ, മിതവ്യയത്തിൻ്റെ പുതിയ ഒരു ജീവിതം നയിക്കാൻ ഈ പരിശുദ്ധ റമദാൻ കൊണ്ട് കഴിയുമെങ്കിൽ നമ്മളെക്കാൾ വലിയ ഭാഗ്യവാന്മാർ വേറെ ഉണ്ടാവുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. ജീവിതത്തെ സ്വന്തം താല്പര്യങ്ങളും സുഖസൗകര്യങ്ങളും അല്പനേരത്തേക്ക് മാറ്റിവെച്ചാലും അല്പനേരത്തേക്ക് മറന്നുവെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി, പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി, സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നോവനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ മാറ്റി നടാനും പറിച്ചു വെക്കാനും ഉള്ള ഒരു തീരുമാനം നമുക്കുണ്ടെങ്കിൽ ആ തീരുമാനമാണ് റമദാൻ മാസം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്ന് തിരിച്ചറിയാൻ കഴിയണം. നാം ഈ സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും ഈ സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയും അവരുടെ നന്മയ്ക്ക് വേണ്ടിയും അവരുടെ പുരോഗതിക്കും വേണ്ടിയുമാണ് നാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നും നമ്മൾ തിരിച്ചറിയുമ്പോൾ നാം അവരുടെ ക്ഷേമത്തിന് വേണ്ടിയും അവരുടെ നന്മയ്ക്ക് വേണ്ടിയും സ്വാഭാവികമായി പ്രവർത്തിക്കുന്നവരായി തീരും, ഒരു സംശയവുമില്ല. മനുഷ്യരെല്ലാം ജനിച്ചു വീണ പ്രകൃതി മതമായ ഇസ്ലാമിനെക്കുറിച്ച് മനുഷ്യർ അറിഞ്ഞോ അറിയാതെയോ ശത്രുക്കളായി തെറ്റിദ്ധാരണയോടെ അജ്ഞതയോടെ മാറി നിൽക്കുന്ന കാലത്ത് യഥാർത്ഥ മുസ്ലിമായി സമൂഹത്തിൻ്റെ സകല മേഖലകളിലും ഇടപെട്ട് ഇസ്ലാമിൻ്റെ സന്ദേശം സ്നേഹത്തിൻ്റെ ഭാഷയിൽ, സൗഹൃദത്തിൻ്റെ ഭാഷയിൽ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ ആവശ്യമായ സത്പ്രവർത്തനങ്ങൾ, സക്രിയമായ ഇടപെടലുകൾ, ജനാധിപത്യപരമായ നമ്മുടെ മുന്നേറ്റങ്ങൾ, ഇത്തരം ഇടപെടലുകൾക്ക് വേണ്ടിയാണ് കാലം കാതോർത്തു നിൽക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ ശക്തമായി ചില കാര്യങ്ങൾ ഈ റമദാൻ മാസത്തിൽ ആസൂത്രണം ചെയ്യാനും തുടർന്നുള്ള സമയത്ത് മുന്നോട്ട് പോകാനും കഴിയും. ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സമയം അത് പലപ്പോഴും വെറും വ്യായാമങ്ങൾക്ക് വേണ്ടി, വൃഥാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നാം ചിന്തിക്കുക, നമുക്ക് ലഭിച്ച സമയം വിലപ്പെട്ടതാണെന്നും ഏതു നിമിഷവും ഈ ജീവിതത്തിന് ഒരു പൂർണ്ണ വിരാമമുണ്ടാകുമെന്നും ബോധമുണ്ടെങ്കിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത സമയത്തിലെ നാളുകൾ, ഓരോ മണിക്കൂറുകൾ അത് ദൈവപ്രീതിക്ക് വേണ്ടിയും പരലോകമോക്ഷത്തിനു വേണ്ടിയും പുണ്യപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും സത്പ്രവർത്തനങ്ങൾക്ക് മാത്രമായും നീക്കിവെക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് റമദാൻ നൽകുന്ന ജീവിത വിശുദ്ധിയുടെ, തഖ്വയുടെ, സൂക്ഷ്മതാബോധത്തിൻ്റെ, പരലോക ജീവിതത്തിൻ്റെ, മതപരമായ ബോധത്തിൻ്റെ തലത്തിലേക്കും വിധാനത്തിലേക്കുമൊക്കെ നമ്മൾ എത്തിച്ചേരുന്നത്. റമദാൻ കൊണ്ട് പരാജയപ്പെടുന്നവരും റമദാൻ കൊണ്ട് വിജയിക്കുന്നവരും വിശ്വാസികളുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നത് ഉളവാക്കുന്ന ഒരു തിരിച്ചറിവാണ്. പരിശുദ്ധ റമദാൻ കൊണ്ട് വിജയിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളും പ്രവാചക അധ്യാപനങ്ങളും
പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ സാമൂഹികമായി നാം നിർവഹിക്കേണ്ട ദൗത്യങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയും സംശയമില്ലാതെ ബോധ്യപ്പെടും. പ്രവാചക ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സംഭവമാണ് ആദ്യമായി ദിവ്യ വെളിപാട് വഹി ഇറങ്ങുന്ന നിമിഷം. പ്രവാചകത്വ പദവി ലഭിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷത്തിൽ പെട്ടെന്നുണ്ടായ സംഭവവികാസങ്ങളിൽ പരിഭ്രമിച്ച് വേദനിക്കുന്ന മനസ്സുമായി സ്വന്തം വീട്ടിലേക്ക് കിതച്ച് ഓടിയെത്തുന്ന പ്രവാചകൻ്റെ രംഗം ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ പരിഭ്രമിച്ച് നിൽക്കുന്ന പ്രവാചകൻ്റെ മുഖത്ത് നോക്കി അദ്ദേഹത്തിൻ്റെ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്ന ചില ആശ്വാസവാക്കുകൾ ആരായിരുന്നു പ്രവാചകനെന്നും പ്രവാചകൻ്റെ അനുയായികൾ ആര് ആയിരിക്കണമെന്നും ഏത് രൂപത്തിൽ ജീവിക്കണമെന്നും നമുക്ക് ബോധ്യപ്പെടുത്തി തരും. ഒരിക്കലും താങ്കൾ വിഷമിക്കേണ്ട. ദൈവം അള്ളാഹു നിങ്ങളെ ഒരിക്കലും അപമാനിക്കുകയോ കൈവെടിയുകയില്ല. കാരണം നിങ്ങൾ സമൂഹത്തിലെ വേദനിക്കുന്നവൻ്റെ കണ്ണീരൊപ്പുന്ന ആളാണ്, വിഷമിക്കുന്നവരുടെ ഭാരം വഹിക്കുന്നവരാണ്, രോഗിയെ പരിചരിക്കുന്നവനാണ്, അതിഥിയെ സൽക്കരിക്കുന്നവനാണ്. ജനങ്ങൾക്ക് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ ആശ്വാസവാക്കുമായി ഇടപെടുന്ന വ്യക്തിയാണ്. ഇങ്ങനെ തുടങ്ങി പ്രവാചകൻ്റെ ജീവിതത്തിലെ സവിശേഷതകൾ, അപദാനങ്ങൾ ഓരോന്നോരോന്നായി വിശദീകരിച്ചുകൊണ്ട് പ്രവാചക പത്നി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കുന്നത് കാണാം. നമ്മുടെ ജീവിതത്തെ നാം ഒരു വിശകലനത്തിന് വിധേയമാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങളോ സംഭ്രമജനകമായ സംഭവങ്ങളോ സംജാതമാകുമ്പോൾ അവിടെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ കാലത്ത് വന്നുപോയ നമ്മൾ ചെയ്തു വെച്ച സത്പ്രവർത്തനങ്ങളുടെ, നന്മകളുടെ, പുണ്യങ്ങളുടെ ഒരു പട്ടിക നമുക്ക് നിരത്തി വെക്കാൻ കഴിയണം ജീവിതത്തെ നേരിടുവാൻ വേണ്ടി. ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം, ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്. പരിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു വിശ്വാസിയെ, നല്ല വചനത്തെ പരിശുദ്ധ ഖുർആൻ ഉപമിക്കുന്നത് ഒരു നല്ല വൃക്ഷത്തെ പോലെയാണ്. നല്ല വൃക്ഷത്തിൻ്റെ ഉദാഹരണം, അതിന് ഭൂമിയിലേക്ക് ആഴത്തിൽ വേരുകൾ ഉണ്ടായിരിക്കും. ആദർശത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ശക്തമായ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നു പിടിച്ചുകൊണ്ടുള്ള ഒരു വടവൃക്ഷമായിരിക്കണം വിശ്വാസി. അതിൻ്റെ ശിഖരങ്ങൾ, ശാഖകൾ ആകാശത്ത് പടർന്നു പന്തലിച്ച് നിൽക്കും. അതിൻ്റെ ഫലങ്ങൾ, കായ്ക്കനികൾ ഏത് സമയത്തും യാത്രക്കാർക്ക് വേണ്ടിയും പഥികർക്ക് വേണ്ടിയും തണലിൽ വിശ്രമിക്കുന്നവർക്ക് വേണ്ടിയും പക്ഷി മൃഗാദികൾക്ക് വേണ്ടിയും ഏത് സമയത്തും അത് തയ്യാറായിരിക്കും. ഇത് ഒരു വൃക്ഷത്തിൻ്റെ, ഒരു നല്ല വൃക്ഷത്തിൻ്റെ ഉദാഹരണമാണെങ്കിൽ, ഒരു നല്ല വചനത്തിൻ്റെ ഉദാഹരണമാണെങ്കിൽ, അതുതന്നെയാണ് നല്ല ഒരു വിശ്വാസിയുടെയും ഉദാഹരണം എന്ന് തിരിച്ചറിയാൻ കഴിയണം. നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരായി മാറുവാനും മറ്റുള്ളവർക്ക് ഒരു നിലക്കുമുള്ള ഉപദ്രവം നമ്മളിൽ നിന്ന് ഇല്ല എന്ന് ഉറപ്പുവരുത്തുവാനും കഴിയുമ്പോഴാണ് നമ്മൾ വിശ്വാസത്തിൻ്റെ പദവിയിലേക്ക്, വിശ്വാസികൾ എന്ന പദവിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. പ്രവാചകൻ്റെ ഒരു വചനം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, തൻ്റെ നാവിൽ നിന്നും തൻ്റെ കൈകളിൽ നിന്നും മറ്റു മനുഷ്യർ, മറ്റു വിശ്വാസികൾ അവർ രക്ഷപ്പെടുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിമായി തീരുന്നത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പരമാവധി സത്പ്രവർത്തനങ്ങൾ, പുണ്യകർമ്മങ്ങൾ കഴിവിൻ്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാനും നമ്മൾ സന്നദ്ധമാകണം എന്നു തന്നെയാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അനാഥരുടെ സമ്പത്ത് അന്യായമായി അതിക്രമിച്ച് തട്ടിയെടുത്ത് അതിൽ നിന്ന് തൻ്റെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ കെട്ടിപ്പടുക്കാനല്ല, അനാഥകൾക്കും വിധവകർക്കും വേണ്ടി തൻ്റെ ജീവിതത്തെ നീക്കിവെക്കാൻ വേണ്ടിയാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ജീവിതത്തിൽ അനുഭവപ്പെടുന്ന എന്തെല്ലാം നിലക്കുള്ള പ്രയാസങ്ങൾ നമുക്കുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായി നമ്മൾ ബോധ്യപ്പെടുത്തണം. പ്രവാചകൻ്റെ സദസ്സിലുണ്ടായ ഒരു സംഭവം മനസ്സിലേക്ക് കടന്നു വരികയാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി ആ സദസ്സിലുണ്ടായിരുന്ന ആളുകളെ മുൻനിർത്തിക്കൊണ്ട് 4 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളിൽ എത്ര പേരാണ് ഇന്ന് നോമ്പുകാരായിട്ടുള്ളത്?
നിങ്ങളിൽ ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ? ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു മയ്യത്തിനെ നിങ്ങൾ പിന്തുടർന്നുകൊണ്ട് അതിനാവശ്യമായ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും പാവപ്പെട്ട ഒരാൾക്ക് ഇന്നേ ദിവസം ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? ഈ 4 കാര്യങ്ങൾക്കും അതെ എന്ന് ഉത്തരം പറഞ്ഞത് ആ കൂട്ടത്തിൽ മഹാനായ 1-ാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. സന്തോഷം കൊണ്ട് ആഹ്ലാദഭരിതനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഒരു സന്തോഷ വാർത്ത അദ്ദേഹത്തെ അറിയിക്കുകയാണ്. ഈ 4 ഗുണങ്ങൾ ഒരു വ്യക്തിയിൽ ഒരുമിച്ച് കൂടിയാൽ അയാൾ നിർബന്ധമായി സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കൊണ്ട് സാധിക്കുന്ന വിധം മറ്റുള്ളവർക്ക് പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പാവങ്ങളായ ആളുകൾ ചുറ്റുഭാഗത്ത് പ്രയാസപ്പെടുമ്പോഴും തൻ്റെ ജീവിതത്തിൻ്റെ മാത്രം സൗകര്യങ്ങളും സ്വാർത്ഥതകളും അന്വേഷിച്ച് ജീവിതത്തിൽ കൂടുതൽ പൊടിപ്പും തൊങ്ങലും വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദൗർഭാഗ്യകരമായ സാഹചര്യം നമ്മുടെ ചുറ്റുഭാഗത്ത് കാണുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതം നയിക്കുവാനും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ കഴിവിൻ്റെ പരമാവധി ചെയ്തു കൂട്ടുവാനുമുള്ള നീക്കങ്ങളാണ് നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. പരസ്യമായി പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നിടത്ത് വന്നു പോകുന്ന ഒരു അപാകത കൂടി സൂചിപ്പിക്കുകയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ മേനി നടിക്കുവാനും പ്രകടനപരതയ്ക്ക് വേണ്ടിയും സമൂഹത്തിൽ പ്രസിദ്ധി കിട്ടുവാനും തൻ്റെ സംഘടനയ്ക്കും സ്ഥാപനത്തിനും പ്രചാരം ലഭിക്കുവാനും വേണ്ടി പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ധാരാളം ആളുകൾ ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് വ്രണിതമാകുന്ന ഒരു പാവപ്പെട്ടവൻ്റെ മനസ്സാണ്. നഷ്ടപ്പെട്ടു പോകുന്ന പാവങ്ങളുടെ മാനാഭിമാനമാണ്. മറ്റുള്ളവരുടെ അഭിമാനത്തിനും അന്തസ്സിനും സാമൂഹികമായ പദവിക്കും ക്ഷതമേൽപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള ഇത്തരം പരസ്യപ്രകടനങ്ങൾ എന്തു വില കൊടുത്തും അവസാനിപ്പിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ അഭിമാനത്തിന് വില കൽപ്പിച്ചുകൊണ്ടും പരിഗണിച്ചുകൊണ്ടും രഹസ്യമായി അവരുടെ പൊതുജീവിതത്തെ തകർക്കാത്ത രൂപത്തിലുള്ള ഒരു പരിഗണനയിലേക്ക് നമ്മുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ജനങ്ങളുടെ കയ്യടി ലഭിക്കുവാനോ ആൾക്കൂട്ടത്തിൻ്റെ പിന്തുണ ലഭിക്കുവാനോ വേണ്ടി പാവങ്ങളെ വരി നിർത്തി അവരുടെ ക്യൂവിൽ നിർത്തി അവരുടെ വേദനയും കണ്ണീരും ക്യാമറയിലൊപ്പി അതുകൊണ്ട് ജീവിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നൊരവസ്ഥയിലേക്ക് സാമുദായിക സംഘടനകളോ സാമൂഹിക പ്രവർത്തകരോ മാറിപ്പോകുന്ന സാഹചര്യമുണ്ടാകരുത്. മറിച്ച് താൻ ചെയ്യുന്ന കർമ്മങ്ങൾ അത് ആരെയും ബോധിപ്പിക്കുവാനും കാണിക്കാനുമല്ലെന്നും അത് ആരുടെയും പിന്തുണ ലഭിക്കാനല്ലെന്നും തന്നെ നാളെ പരലോകത്ത് വിചാരണ ചെയ്യുന്ന സ്വർഗത്തിൻ്റെ യജമാനനായ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണെന്നും ജനങ്ങളുടെ നന്ദിയോ ജനങ്ങളുടെ അംഗീകാരമോ ജനങ്ങളുടെ പ്രോത്സാഹനമോ അല്ല ഞങ്ങൾക്ക് ആവശ്യമെന്നും ദൈവത്തിൻ്റെ പിന്തുണയും കരുണയും സ്വർഗപ്രവേശത്തിനുള്ള അർഹതയുമാണ് എന്ന തിരിച്ചറിവോടുകൂടി നമ്മളുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ പാവപ്പെട്ടവൻ്റെ മനസ്സ് വേദനിക്കാത്ത അശരണരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കാത്ത സൽപ്രവർത്തനങ്ങളുടെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളുടെ ആശ്വാസ പ്രവർത്തനങ്ങളുടെ ഒരു പുതിയ ഭൂമിക പടുത്തുയർത്താൻ നമുക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പരിശുദ്ധ റമദാൻ നമ്മുടെ മുന്നിൽ തുറന്നു നിൽക്കുന്ന അതിരില്ലാത്ത വാതായനങ്ങളെ കൂടുതൽ സൽപ്രവർത്തനങ്ങളിലൂടെ നന്മകളിലൂടെ ആരാധനാകർമ്മങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ ദൈവവുമായുള്ള ബന്ധം അള്ളാഹുവുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കി മുന്നോട്ട് കൊണ്ടുപോയി വിജയിക്കുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സഫലമാകുന്നത്. സർവശക്തനായ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. نحن بالأحلام أحلى إنه عهد جديد اسمه عهد السلام عهد السلام